പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ഉമിച്ചാരത്തിനെ കുറിച്ചാണ്. ഉമിച്ചാരമാണ് ഇതേ കാണുന്നത്. ഉണ്ടാവും ഇത് ഉമിച്ചാരമാണ്. ഇതപ്പം നമ്മളുടെ കൃഷിക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഉമിച്ചാരത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഈ ഉമിച്ചാരം എന്ന് പറയുന്നത് നമ്മളുടെ നെല്ല് കുത്തിയതിന് ശേഷം അതിന്റെ തൊണ്ട്, ആ തൊണ്ട് എടുത്തിട്ട് ഈ മില്ലുകളിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കത്തിക്കാനായിട്ട് ഉപയോഗിക്കും. ഈ കത്തിച്ച് കഴിയുമ്പോൾ ഈ രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് മില്ലുകാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടേ കളയാനായിട്ടൊരു സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഈ ഭാഗങ്ങളിൽ, അതായത് നമ്മളുടെ കാലടി പെരുമ്പാവൂർ ആ മേഖലകളിലൊക്കെ അത്യാവശ്യം വലിയ റേറ്റ് ഇല്ലാത്ത രീതിയിൽ വെറുതെയും കിട്ടും ഈ ഉമി എന്ന് പറയുന്നത്. പിന്നെ ഇത് വേറൊരു ഇതിൽ മെയിനായിട്ട് അടങ്ങിയിരിക്കുന്നത് സിലിക്കയാണ്. പിന്നെ ഇത് നമ്മൾ മണ്ണിലിട്ട് കഴിഞ്ഞാൽ ഈ മണ്ണിൻ്റെ ഘടന, അതായത് തറഞ്ഞു കിടക്കുന്ന മണ്ണാണെങ്കിൽ അത് വളരെ കടുപ്പം കുറച്ച് വേരുകൾക്കൊക്കെ നന്നായിട്ട് ഓടാൻ പാകത്തിന് ഉള്ള ഒരു പ്രതലം ഉണ്ടാക്കി തരും. അതായത് മണ്ണിൻ്റെ ഘടന തന്നെ പൂർണ്ണമായിട്ട് മാറ്റും. അപ്പോൾ ഇത് ഇടുന്നത് വളരെ അധികം നല്ലതാണ്. അതുപോലെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്നത് കാർബൺ ഉണ്ട്. ഒരു 50% ഇത് കത്തിച്ച് കഴിഞ്ഞാൽ തന്നെ 50% കാർബണെങ്കിലും ഇതിൽ ബാലൻസ് ഉണ്ടാവും. ഈ കാർബൺ പറഞ്ഞ ചെടികൾക്കൊക്കെ നല്ല ഉപകാരപ്രദമാണ്. അതുപോലെ മണ്ണിലെ ഈർപ്പം എപ്പോഴും നിലനിർത്തും. വേനൽക്കാലത്തൊക്കെ ഈ വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലങ്ങളിൽ ഈ ഉമിയിടുന്നത് വളരെ ഉപകാരമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിൽ വെള്ളത്തിൻ്റെ പിടിച്ചു നിർത്താനായിട്ട്, വെള്ളത്തിൻ്റെയും വളവും എല്ലാം ഒഴുകിപ്പോകാതെയൊക്കെ പിടിച്ചു നിർത്താനായിട്ട് ഈ ഉമി നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത് നമ്മൾക്ക് ഇവിടെ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെരുമ്പാവൂർ കാലടി മേലെയാണെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ മതി. ഞാൻ അതായത് വണ്ടിയിൽ കൊണ്ടുവന്ന് അവർ നിങ്ങളുടെ സ്പോട്ടിലിട്ട് തരും. ആ ഡ്രൈവർക്ക് ഒരു ചായക്കാശ് ഒരു 10-200 രൂപ കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഈ മേഖലയിൽ. പിന്നെ ഇത് വളരെയേറെ നമ്മളിപ്പോൾ പുതിയ പുതിയ വളങ്ങൾ കൊണ്ടുവരുന്ന കമ്പനികൾ കണ്ടിട്ടുണ്ട്. കോയമ്പത്തൂർ ബേസ് ചെയ്ത്, ഞാൻ കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല, അങ്ങനെ പല പല കമ്പനികളുണ്ട്. ഈ കമ്പനികളിൽ എല്ലാ കമ്പനികളിലും ഈ ഉമിയാണ് കൊണ്ടുപോകുന്നത്. കാരണം നമ്മളുടെ കണക്ഷൻ വെച്ച് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ കൊണ്ടുവന്ന് വന്ന ടീം തന്നെ പറഞ്ഞു അവർ ഈ ഉമി കൊണ്ടുപോകും. അതിനുശേഷം ഈ പോട്ടിംഗ് മിശ്രിതം അതുപോലെ പല പാക്കറ്റുകളിലായിട്ട് നല്ല വിലയിലാണ് വിൽക്കുന്നത്. അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം അവർ ഇതിൽ ശരിക്കും നിയോ റൂട്ട് എന്ന് പറഞ്ഞൊരു സംഭവം മരുന്നുണ്ട്. അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മരത്തിന് ഒരു 5 ml മതി. അതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വളം പെട്ടെന്ന് നന്നായിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റും. ഇതിലടങ്ങിയിരിക്കുന്ന സിലിക്ക കണ്ടന്റുകൾ എല്ലാം വലിച്ചെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഗൈനക്സ എന്ന് പറഞ്ഞ ഒരു മരുന്നുണ്ട്. അപ്പോൾ അത് 5 ml ഒഴിച്ചു കൊടുത്താൽ മതി. 20 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുക ഈ ഉമ്മി ഇട്ടതിന് ശേഷം. ഇത് വെറുതെ ഇട്ടാലും മതി, വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ ഈ ഉമ്മി എടുത്ത് നമ്മുടെ റംബൂട്ടാൻ ചെടികൾക്കാണെങ്കിൽ ഒരു കൊട്ട ഇട്ട് കൊടുത്താൽ മതി. മോളികൂടെ പാറ്റി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ തെങ്ങുകൾക്കാണെങ്കിൽ ഒരു 2 കൊട്ട വെച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ മഴയായിരുന്നാണ് ഒരു 2-3-4 ലോഡ് മൊത്തം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മഴയായിരുന്ന കാരണം ഒരു ലോഡ് മാത്രമാണ് ഇപ്പോൾ കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഇടുന്ന ഒരു വീഡിയോ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. നമ്മൾ ഈ ചരുവത്തിൽ ഒരു ചരുവാണ് നമ്മൾ റംബൂട്ടാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് ശരിക്കും മണ്ണിൽ ഇട്ട് കൊടുത്തിട്ട് മണ്ണ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, മണ്ണിലിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വേരുപടലൊക്കെ നന്നായിട്ട് ഓടും. അപ്പം മണ്ണിൽ മിക്സ് ചെയ്യാൻ പറ്റുന്നവർ മണ്ണിൽ മിക്സ് ചെയ്യുക. അല്ലാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേളിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു കൊട്ട മതി ഒരു റംബൂട്ടാന്. അപ്പോൾ ഈ റംബൂട്ടാൻ നമുക്ക് ഇട്ട് കൊടുക്കാം. റംബൂട്ടാനൊക്കെ നല്ല തളിരിലകളൊക്കെ വന്നു ചാണകമൊക്കെ ഇട്ടതിന് ശേഷം അപ്പോൾ ഇതിന് നമുക്ക് മേലേക്ക് വിതറി ഇട്ട് കൊടുക്കണം. പിന്നെ പുല്ലൊന്നും വരാതിരിക്കാനൊക്കെ ഇത് സഹായിക്കും. ഇതൊരു ആവരണം പോലെ കിടന്നോളൂ. അധികമായിട്ട് ഇട്ട് കൊടുക്കരുത്. വെറുതെ കിട്ടുന്നതെന്ന് പറഞ്ഞ് നമ്മൾ വാരിക്കോരി ഇട്ട് കൊടുക്കരുത്, അതിൻ്റെ ആവശ്യമില്ല. ഇതിന് വെയിറ്റൊക്കെ കുറച്ച് കുറവാണ്. ഇപ്പോൾ മഴ നനഞ്ഞു കിടക്കണ കാരണമാണ് കുറച്ച് വെയിറ്റ് ഉള്ളത്, അല്ലെങ്കിൽ ഇതിന് അധികം വെയിറ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മളുടെ ഒച്ച് അങ്ങനെയുള്ള സാധനങ്ങൾക്ക്
ഇത് ഇഷ്ടമല്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ദേഹത്തത് പതുക്കെ പൊള്ളും. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒച്ചിൻ്റെ ശല്യം കുറച്ച് കുറയും. ഇപ്പം മഴ പെയ്ത കാരണം പുല്ല് ഇപ്പം ചാണകം ഇട്ടതിന് ശേഷം പുല്ല് പെട്ടെന്ന് വന്നു. അപ്പോൾ ഇനി പറിച്ച് കളയണം കുറച്ചുകൂടി. മഴ കുറച്ച് ദിവസമായിട്ട് അധികമുണ്ട്. അപ്പോൾ അത് കാരണം പുല്ലുകളൊക്കെ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെടിച്ചട്ടിയിലേക്കൊക്കെ പോട്ടി മിശ്രിതമായിട്ട് ഇടാനായിട്ട് ഇതിൻ്റെ ഒരു മണ്ണിൻ്റെ കൂടെ ഒരു 10% ഈ ഉമ്മിച്ചാരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മണ്ണ് തറഞ്ഞു പോകാതെ, അതായത് നമ്മളുടെ ചെടിച്ചട്ടികളിലേക്ക് മണ്ണ് തറഞ്ഞു പോകാതെ ഇത് സഹായിക്കും. അതുപോലെ ഇത് വളമായിട്ട് തന്നെ ഉപയോഗപ്പെടുത്താനും സാധിക്കും. തെങ്ങിന് ഒരു 2 കൊട്ട വെച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഏത് കൃഷിക്ക് ഉപയോഗിക്കാം. അതായത് നമ്മളുടെ വാഴ നടുന്നുണ്ടെങ്കിൽ വാഴയുടെ നടുന്നതിന് മുമ്പായിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നട്ടതിന് ശേഷമായാലും ഇട്ട് കൊടുക്കാം. നമ്മളുടെ കപ്പ കൃഷിക്ക് വളരെ സൂപ്പറാണിത്. കാരണം കപ്പ നല്ല രീതിയിൽ വലുതാവാൻ ശരിക്കും മണ്ണിന് നല്ല ഇളക്കം വേണം. അപ്പോൾ ഈ സാധനം മിക്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കപ്പ വളരെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ ഏരിയയിലൊക്കെ. അപ്പോൾ കപ്പ നടുന്ന അരിയിലുണ്ടെങ്കിൽ ഈ സാധനം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ തെങ്ങിന് ഒരു 2 കൊട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്, 2 ചെരുവ. പുല്ലൊക്കെ ചെത്തിയതാണ്. ഇതിപ്പോൾ മഴ പെയ്തപ്പോഴേക്കും വീണ്ടും പുല്ല് വന്നു. പുല്ലിൻ്റെ കാര്യത്തിലാണ് രക്ഷിത. ഈ ഉമിയുടെ ഉപയോഗം ദീർഘകാല വിളകൾക്കാണ് മെയിനായിട്ട് യൂസ്ഫുൾ. കാരണം ഈ ചെറിയ പച്ചക്കറിക്കൊക്കെ നിസ്സാര ഒരു 2 മാസത്തെ സമയം കൊണ്ട് പച്ചക്കറിയുടെ വിളവെടുപ്പ് നടക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഉമി വളമായിട്ട് നമുക്ക് മാറി കിട്ടില്ല. അപ്പോൾ മെയിനായിട്ട് ദീർഘകാലം ഉപയോഗിക്കാവുന്ന വിളകൾ, അതായത് തെങ്ങ്, കവുങ്ങ്, ജാതി, റംബൂട്ടാൻ, പഴവൃക്ഷ തൈകൾ, അത് ഏത് തന്നെയായാലും ദീർഘകാലം വിള കിട്ടുന്നത്, ഫലം കിട്ടുന്ന എല്ലാ വിളകൾക്കും നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം. അതുപോലെ ഈ ഭൂമിയിലെ മണ്ണിലെ അമ്ലത കുറയ്ക്കാനായിട്ട് ഈ ഉമ്മിച്ചാരം വളരെ സഹായകരമാണ്. അതുകൂടി നമ്മളുടെ ഓർമ്മയിൽ വെക്കുക. അപ്പോൾ ഈ ഉമ്മി ആവശ്യമുള്ളവർക്ക് നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്ത് തരാം. പക്ഷേ വണ്ടി വിളിച്ച് കൊണ്ടുപോകണം. ഈ ഏരിയയിൽ ഒരു 5 കിലോമീറ്ററിന് അടുത്താണെങ്കിൽ ഫ്രീ ആയിട്ട് അവർ ഇട്ട് തരും. ഈ ഉമ്മിച്ചാരം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത് 10 ദിവസമോ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ വളം വലിച്ചെടുക്കുന്ന ആരും പ്രതീക്ഷിക്കരുത്. ഇത് മണ്ണിലേക്ക് ലയിച്ച് ചേരാനായിട്ട് ഏകദേശം ഒരു 5-8 മാസമെങ്കിലും എടുക്കും മണ്ണിൽ മൊത്തം. അപ്പം മണ്ണിന്റെ ഘടന മാറി കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. 1 വർഷത്തോളമൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മണ്ണിന്റെ ഘടന മാറിയതിന് ശേഷം പിന്നെ അധികം എല്ലാ വർഷവും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അത്. അപ്പോൾ അതിന് പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൈനെക്സ 5 ml ചേർത്തിട്ട് ഒരു മരത്തിന് 20 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആ ഉമ്മി ഇട്ടതിന് ശേഷം മേളിക്കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം പെട്ടെന്നാവും. അപ്പോൾ അതിൽ നമ്മുടെ സിലിക്കയുടെ കണ്ടന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ സിലിക്കയൊക്കെ ചെടികൾക്ക് ആവശ്യമുള്ളതാണ്. സിലിക്ക കൂടാനും പാടില്ല ഒരുപാട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ ഇട്ട് കൊടുക്കരുതെന്ന്. സിലിക്ക കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെതായ ദോഷങ്ങളുണ്ട്. ഉമ്മി ഇടുമ്പോൾ വേറൊരു പ്രത്യേകത, ഉമ്മിച്ചാരം ഇടുമ്പോൾ അതായത് നമ്മളുടെ മണ്ണിൽ കോടാനുകോടി നമ്മളുടെ ചെറിയ സൂക്ഷ്മജീവികളൊക്കെ ഉണ്ട്. പലതരം ബാക്ടീരിയകൾ, വൈറസുകൾ, അങ്ങനെയുള്ള, അതായത് നമ്മളുടെ മണ്ണിന്റെ ഘടനയിൽ നമ്മളുടെ ചെടികൾക്കൊക്കെ ആവശ്യമുള്ളൊരു സൂക്ഷ്മജീവികൾ ഈ മണ്ണിലുണ്ട്, കോടാനുകോടി. അപ്പോൾ ഇതിന് നിലനിർത്താനായിട്ട്, ആ മണ്ണിൽ തന്നെ നിലനിർത്താനായിട്ട് ഈ മണ്ണിൽ നമ്മൾ ഉമ്മി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ
അപ്പോൾ ഇതിൻ്റെ ഈ ഉമി ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ സുഷിരങ്ങളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ ഈ നമ്മളുടെ സൂക്ഷ്മജീവികൾ കയറിയിരിക്കാനും അതിൻ്റെ വർധനയ്ക്ക് ഈ ഉമി വളരെയധികം സഹായകരമാണ്. അപ്പോൾ നമ്മളിതൊക്കെ പറയുന്നത് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ്, വെറുതെ വായിൽ വരുന്നത് പറയുന്നതല്ല. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.